വിളിച്ചിട്ട് ലോകം അവസാനിക്കുന്നവരെ കോടിക്കണക്കിന് മഹാന്മാർ വരില്ലേ? വിവരദോഷികളെ. അവരുടെയൊക്കെ മരണദിനവും ജന്മദിനവും കൊണ്ടാടി അവധി പ്രഖ്യാപിച്ചാൽ പ്രായോഗികമായി ചിന്തിക്കുക. ജന്തുലോകത്തിന് കൊടുക്കാത്തൊരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് ലോകത്ത് അന്തസ്സുള്ള ഒരു പ്രസ്ഥാനം, മാനവികതയുടെ പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുക സമ്പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക്, മനുഷ്യരായി ജീവിക്കൂ എന്നതിലേക്ക് അല്ലേ? എന്നിട്ടോ ഓരോ ദിവസത്തിന് അവധി, ഓരോരോ ദിവസവും. എന്നിട്ട് ഓരോ മഹാന് വേണ്ടി റോട്ടിൽ പ്രകടനമാണ്, മുദ്രാവാക്യമാണ്. എന്തൊരു ദുര്യോഗമാണ് ഈ രാജ്യത്തിന്. ഈ രാജ്യത്തിനെ പോലെ ഹർത്താലും ബന്ധും അത് നടത്താത്ത ലോകത്തിലെ ഏക മനുഷ്യ സമൂഹ പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. ബന്ധുകളില്ല, ഹർത്താലുകളില്ല, പിക്കറ്റിങ്ങുകളില്ല, റോഡ് ബ്ലോക്കുകളില്ല. ഇല്ല ഇല്ല ഇല്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു കടലമണി വലുപ്പത്തിലുള്ള കല്ല് പോലും പൊതുസ്ഥാപനങ്ങൾക്ക് നേരെ എറിഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ നയിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രവാചക പാരമ്പര്യമുള്ള പ്രസ്ഥാനം, അതിലണിയായ അന്തസ്സുള്ള മനുഷ്യരാകാനാ നിങ്ങളെ ക്ഷണിക്കുന്നത്. SSF ആകാനല്ല, ISM ആകാനാ ക്ഷണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു യുവ സംഘടനയിലെ മെമ്പർമാരാകാനാ ക്ഷണിക്കുന്നത്. ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരാത്ത, ഒരുത്തന്റെ മുമ്പിലും ശിരസ് നമിക്കേണ്ടി വരാത്ത, തല ഉയർത്തി നിൽക്കുന്ന അന്തസ്സായ ഒരു പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ അണിനിരുന്ന ചങ്ങരംകുളത്തിന്റെ സമ്മേളനം വേണമെങ്കിൽ ഞങ്ങളെങ്ങാണ്ടൊരു പ്രകടനം നടത്തിയാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വാഹന വ്യൂഹം 2, 3, 4 ദിവസം നിർത്തിവെക്കേണ്ടി വരും. ഞങ്ങളുടെ ഒരു ക്രോസിംഗ് അവസാനിക്കാൻ. റോഡ് മുറിച്ചു കടക്കാൻ കേരള നദുവത്തുൽ മുജാഹിദിന്റെ കീഴിലുള്ള അനുയായികളെങ്ങാണ്ടും ചങ്ങരംകുളത്ത് ഒരുമിച്ച് കൂടിയത് റോഡ് മുറിച്ചു കടക്കാൻ ഒരുപക്ഷെ 3-24 മണിക്കൂറുകൾ വേണ്ടി. അത്ര അനുയായികൾ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരള നദുവത്തുൽ മുജാഹിദ്. അതിന്റെ ആലടക്കമാണ് കുബൂരിസത്തിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് കയ്യേറ്. ഉസ്താദ് ചോദിച്ചത്രേ വലിയ ഉസ്താദിനോട്, എന്തുകൊണ്ട് ഈ കണ്ടിരിക്കുന്ന സമ്മേളന പന്തലിൽ അണിനിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ജിന്നുകളല്ലല്ലോ, കേരളത്തിലെ മനുഷ്യരല്ലേ, അവരൊക്കെ സുന്നി പ്രസ്ഥാനത്ത് നിന്ന് പോയവരാ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ തടയിടാൻ കഴിഞ്ഞില്ല എന്ന് ഷെയ്ഖുൽ ഖമർ ചോദിച്ചത്രേ. അതിനനുയായികൾ നൽകുന്ന മറുപടി ഇപ്പോൾ ക്യാമറ കവർന്നും സ്റ്റേജ് കയ്യേറിക്കൊണ്ടുമുള്ള കേരളത്തിൽ നടക്കുന്ന കബഡിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളോട് ഞങ്ങൾ പറയുന്നു, മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഏകനായ ഒരു ശക്തിസിദ്ധി ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, എല്ലാവരെയും അറിയുന്ന, എല്ലാവർക്കും അറിയുന്ന ഈ ജനപദം മുഴുവനും, ഈ മഹാസമൂഹം മുഴുവനും ആ നാഥനെ അംഗീകരിക്കാൻ, ആ നാഥനെ ആരാധിക്കാൻ, അങ്ങനെയുള്ള ഒരു ദിനത്തിനു വേണ്ടിയാണ് സലഫി പ്രസ്ഥാനം മനുഷ്യരുടെ മുമ്പാകെ പ്രവർത്തിക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്ത്, ശാന്തിപൂർണമായ ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നാം തീർച്ചയായും അത്തരം ഘട്ടങ്ങളിൽ നാം ശീലിക്കേണ്ട വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ. എന്താ ഈ നാടിന്റെ പ്രത്യേകത? അത് നിലനിർത്തേണ്ടവരാണ് സത്യത്തിൽ മുസ്ലിമീങ്ങൾ. ഈ നാടും ഈ നാടിന്റെ അവസ്ഥകളും കൃത്യമായി വിലയിരുത്തുകയും ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മൾ ബാധ്യതപ്പെട്ടവരും കടമപ്പെട്ടവരുമാണ്. ഈ രാജ്യത്തിന്റെ ദേവത്ത്, ഈ രാജ്യത്ത് മതസമൂഹങ്ങൾ നിങ്ങൾ നോക്കൂ, നിരീശ്വരവാദികൾ പ്രവർത്തിക്കുന്നവിടെ ഈശ്വരനില്ല. ഈശ്വരന്റെ ഭൂമിയിൽ ഈശ്വരൻ കൊടുത്ത നാവുകൊണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നൽകിയ നാവുകൊണ്ട് അല്ല ഇല്ല എന്ന് പ്രസംഗിക്കുന്ന നിരീശ്വരവാദിയുടെ സ്റ്റേജ് ഏതെങ്കിലും ഒരു സുന്നി കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടുക എന്ന് പറയുന്ന സ്റ്റേജോ കയ്യേറിയിട്ടുണ്ട്. അപ്പൊ ആരോടാണ് ഇവർക്ക് ദേഷ്യം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരലോകത്തിൽ വിശ്വാസമില്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട് മനുഷ്യരിൽ. അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, അല്ലല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂടാവും പറഞ്ഞില്ല ഖുർആൻ. അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂടാകും എന്നല്ലെന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ
അവർക്ക് ദേഷ്യം പിടിക്കും. വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. പക്ഷേ അള്ളാഹിന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക എന്ന് പറഞ്ഞു നോക്കൂ, അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും. ഇത് ഖുർആനിലുള്ള ഒരു വചന, അത്ഭുതമല്ലേ അത്? അതായത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ആ സ്റ്റേജ് വലിയ കയ്യേറും, ചൂടാവും. അള്ളാഹ് പറയാ ഖുർആനിലെ, നിങ്ങൾക്ക് എത്ര നിങ്ങള് 114 കേരളത്തിൽ ഈ സമൂഹത്തെ അള്ളാഹ് വരച്ചു കാണിച്ച രൂപം നോക്കി നിങ്ങൾ. അല്ലല്ല എന്ന് പറഞ്ഞാൽ ചൂടാവും അള്ളാഹ് പറഞ്ഞില്ല. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ ചൂടാവും. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറയുന്ന ലോകത്തിലേക സമൂഹം ഏതാണ്? ഇത് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമർ 45-ാമത്തെ ആയത്താ. സുന്നി പരിഭാഷ എടുത്തിട്ട് ഇപ്പൊ നോക്ക്. പിന്നെ അള്ളാഹ് പറയുന്നതയോ, വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളാഹിന്റെ കൂടെ ഉള്ളാളെ നിങ്ങളെയും വിളിക്കാന്ന് പറഞ്ഞു നോക്ക്. എന്നാ കേട്ട സുന്നിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അള്ളാഹ് പറയാ, പടച്ചോൻ പറയാ ഖുർആനിലെ, എന്റെ വകയല്ല. ആ സ്വഭാവം ഇവിടെ ആർക്കാണ്? ആ സ്വഭാവം അല്ലല്ലാന്ന് പറഞ്ഞാൽ ചൂടാവും നല്ലട്ടോ അള്ളാഹ് പറയുന്നത്. അള്ളാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ ചൂടാവും. അതാരാ? കേരളത്തിൽ ഇന്നോളുള്ള അനുഭവം അറിയാം. ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് മുജാഹിദുകളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, ഇന്നും എന്നും ഏത് കാലം അല്ലേ. എന്നാൽ മുസ്ലിങ്ങളായി ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്നു എന്ന വ്യാജേന തൗഹീദി പ്രബോധനത്തെ തടയുന്നവരിവിടെ ആരാ? ചിന്തിക്കണം, ആലോചിക്കണം. മതം മനുഷ്യ നന്മക്കാണ്, തിന്മക്കല്ല അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കും, നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ നമ്മൾ പേടിക്കും ഇല്ല. തെളിവില്ലെങ്കിലോ പ്രകോപിതരാ അല്ലേ? ഉത്തരം മുട്ടിയ പിന്നെന്താ? പിന്നെ അക്രമമാണ് വഴി. നേരെ മറിച്ച് അന്തസ്സായ അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ദീൻ കയ്യിലുള്ള ഒരാൾക്ക് പേടിക്കണോ? അള്ളാഹ് തോറ്റുപോകുവോ? അള്ളാന്റെ മതം തോൽക്കുവോ? അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂനല്ലേ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി. ഖുർആൻ 9-ാം അധ്യായം അല്ലേ, 32-33 വചനങ്ങൾ. ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സഫ് 8-9 വചനങ്ങൾ അല്ലേ. എന്താ അവിടെ പറയുന്നത്? വായ കൊണ്ട് ഊതിക്കെടുത്താൽ സാധിക്കില്ല എന്നുള്ള പറയും. അപ്പൊ മുജാഹിദുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിൽ അവർക്ക് സുന്നിസത്തെ ഊതിക്കെടുത്താൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് യഥാർത്ഥ ദീനാണെങ്കിലോ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? അള്ളാഹ് പ്രൊട്ടക്ട് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾക്ക് പേടി നിങ്ങളുടെ കയ്യിൽ അള്ളാഹുവിന്റെ ദീനല്ല ഉള്ളത് എന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് പേടിയില്ല? ഞങ്ങൾ ഒരു സ്റ്റേജും കയ്യേറാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കയ്യിൽ ഉള്ള ആയുധം അത് തറക്തുക്കും മനൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തബസ്സത്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളുടെ കയ്യിൽ 2 ആയുധമുണ്ട്. അത് AK-47 അല്ല, വാക്കത്തിയല്ല, ഗ്രന്ഥമാകുന്നു. ദൈവത്തിന്റെ ഗ്രന്ഥം, മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ വിപ്ലവ ചിന്തയുടെ കേദാരം വിശുദ്ധ ഖുർആൻ.